ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത്തെ അപ്ഡേറ്റ് ഒരു മലയാളം മൂവിയാണ് മനസാ വാച. ദിലീഷ് പോത്തൻ, അലക്സാണ്ടർ, പ്രശാന്ത്, കിരൺ കുമാർ, ശ്രീജിത്ത് രവി, സായ്കുമാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ശ്രീകുമാർ പൊടിയൻ സംവിധാനം ചെയ്ത സിനിമയാണ് മനസാ വാച. കഥ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു കൂട്ടം കള്ളന്മാരും അവർക്കൊപ്പം പെരുങ്കള്ളനായി ധാരാവി ദിനേശനായി ദിലീഷ് പോത്തനാണ് അഭിനയിക്കുന്നത്. കള്ളന്മാരുടെ കഥയും നർമ്മത്തിൽ ചാലിച്ച രംഗങ്ങൾക്കൊപ്പം കുഞ്ഞു സർപ്രൈസുകളുമാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 9 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത ഒരു മലയാളം മൂവിയാണ് ഏത് നേരത്താണാവോ. ജിനോയ് ജനാർദ്ദനൻ, പൗളി വത്സൻ, സംഗീത എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി VG വിജയകുമാർ നിർമ്മിച്ച് ജിനോയ് ജനാർദ്ദനൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ഏത് നേരത്താണാവോ. ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ഓഗസ്റ്റ് 8 റിലീസ് ചെയ്യും. അടുത്ത മൂവി വ്യസനസമേതം ബന്ധുമിത്രാദികൾ. അനശ്വര രാജൻ, സിജു സണ്ണി, ജോമോൻ ജ്യോതി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി S. വിപിൻ രചനയും സംവിധാനം നിർവഹിച്ച സിനിമയാണ് വ്യസനസംബന്ധം ബന്ധുമിത്രാദികൾ. തിരുവനന്തപുരത്താണ് കഥ നടക്കുന്നത്. അവിടെ സാവിത്രി അമ്മയുടെ കുടുംബത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. മകൾ, മരുമകൻ, പേരക്കുട്ടി 5-ലൂടെ വിവാഹ നിശ്ചയം അടുത്തു വരും. അങ്ങനെ കാര്യങ്ങളൊക്കെ നീങ്ങുന്ന സമയത്ത് ഒരു മരണം നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഇത് ഒരു കോമഡി എന്റർടൈൻമെന്റ് ആണ്. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 14 ഇത് റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയതായി കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഡൊമിനിക്കിന്റെ OTT റിലീസ് ഡേറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 28 നമുക്ക് കാത്തിരിക്കാം ഡൊമിനിക്കിന്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു മലയാളം മൂവിയാണ് JSK. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, ശ്രുതി രാമചന്ദ്രൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് JSK. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. കഥ ചുരുക്കി പറയുകയാണെങ്കിൽ ജാനകി എന്ന പെൺകുട്ടിയും അവളുടെ അതിജീവന സമരവും അവളെ പിന്താങ്ങിയും എതിർത്തുമെത്തുന്ന സമൂഹവുമാണ് ചിത്രത്തിൽ നിറഞ്ഞെടുക്കുന്നത്. ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ഓഗസ്റ്റ് 15 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് നടികർ. ടോവിനോ തോമസിനെ നായകനാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത സിനിമയാണ് നടികർ. ടോവിനോ തോമസിനെ കൂടാതെ ദിവ്യ പിള്ള, സൗബിൻ ഷാഹിർ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ഭാവന എന്നിവർ ഇതിൽ മുഖ്യവേഷത്തിലെത്തുന്നു. സൈന പ്ലേ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 8 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് മാമൻ. സൂരി, ഐശ്വര്യലക്ഷ്മി, സ്വാസിക എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രശാന്ത് പാണ്ഡ്യരാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് മാമൻ. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 8 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് രുദ്ര, മിഥില പാൽക്കർ, വിഷ്ണു വിശാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃഷ്ണകുമാർ രാമകുമാർ സംവിധാനം ചെയ്ത സിനിമയാണ് ഓഹോ എന്താൻ ബേബി. ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഓഗസ്റ്റ് 8 ഇത് റിലീസ് ചെയ്യും.